സ്വാമി ശരണം അയ്യപ്പ ശരണം ഏൻ കൂടെ വന്ന 18 പേരെ കാൺമതില്ലേ. വർഷങ്ങൾക്ക് മുമ്പോട്ട് കേട്ടൊരു കഥയാണ്. ശബരിമലയിലെ സന്നിധാനത്തിലെ അനൗൺസ്മെന്റിംഗ് ബോർഡിൽ നിന്നും തമിഴ്നാട്ടുകാരനെ ഒരാൾ വന്നിട്ട് മൈക്ക് ബോർഡിൽ നിന്ന് പറഞ്ഞു, ഏൻ കൂടെ വന്ന 18 പേരെ കാൺമതില്ലേ. മൈക്കിൽ കൂടെ അയാൾ വിളിച്ചു പറഞ്ഞു, സ്വാമി ശരണം ഏൻ കൂടെ വന്ന 18 പേരെ കാൺമതില്ലയിൽ കണ്ടുകിട്ടുന്നവർ എത്രയും പെട്ടെന്ന് എന്നെ അടുത്ത് എത്തിക്കുക എന്ന് പറഞ്ഞു. ഒന്ന് മനസ്സിലാക്കണം, സത്യത്തിൽ കാണാതെ പോയിരിക്കുന്നത് ഇയാളെയാണ്, 18 പേരെ അല്ല. 18 പേരിൽ കൂട്ടം തെറ്റി വന്നത് ഇയാളാണ്. പക്ഷെ ഇയാൾ പറയുന്നത് 18 പേരെ കാണാനില്ലെന്നാണ്. എനിക്ക് ആ കഥ കേട്ടപ്പോൾ ഒരുപാട് ഞാൻ ചിരിച്ചെങ്കിലും പിന്നീട് ഞാൻ ആലോചിച്ചു, നമ്മളൊക്കെ എങ്ങനെയാണ്, നമ്മളൊക്കെ കൂട്ടം തെറ്റിയവരാണ്. പക്ഷേ കൂട്ടം തെറ്റിയ നമ്മൾ മറ്റുള്ളവരെ തെറി വിളിക്കും. നമ്മളാണ് നന്നാവേണ്ടത്, പക്ഷേ നമ്മൾ മറ്റുള്ളവരെ നന്നാക്കാൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കും. എപ്പോഴും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങൾ കൂട്ടം തെറ്റുമ്പോൾ നിങ്ങൾ അറിഞ്ഞിരിക്കുക, നിങ്ങളുടെ പോക്ക് അത്ര ശരിയല്ല എന്ന് ചിന്തിക്കുവാനുള്ളൊരു മനസ്സ് നിങ്ങൾക്കുണ്ടാവണം. ഭൂരിപക്ഷം പറയുന്നത് എപ്പോഴും ശരിയായിരിക്കണമെന്നില്ല, പക്ഷേ ഭൂരിപക്ഷവും നിങ്ങളെ എതിർക്കണമെങ്കിൽ അതിലെന്തോ ഒരു കുഴപ്പമുണ്ടെന്ന് ചിന്തിക്കുവാനുള്ള ഒരു ബോധം നിങ്ങൾക്കുണ്ടാകണം. ഈ ലോകത്ത് എല്ലാവരും ശരിയല്ല, എല്ലാവരും തെറ്റുമല്ല. നിങ്ങളൊരു കാര്യം ചെയ്യുമ്പോൾ നമ്മുടെ നാട്ടിൽ ചൊല്ലു തന്നെയുണ്ട്, അമ്മയെ തല്ലിയാലും 2 പക്ഷം എന്നൊരു ചൊല്ലുണ്ട്. അതൊന്നുകൂടി ഓർത്ത് വെച്ചേക്കുക. ഒരു കാര്യം നിങ്ങൾ ചെയ്യുമ്പോൾ 2 പക്ഷത്തും ആളുണ്ടാവും. പക്ഷേ ഏത് പക്ഷത്താണ് കൂടുതൽ ആൾക്കാർ, മിക്കവാറും നേരിൻ്റെ പക്ഷത്ത് തന്നെയായിരിക്കാം കൂടുതൽ ആൾക്കാർ വരിക. ചില കേസുകളിലെങ്കിലും തെറ്റിൻ്റെ പക്ഷത്തുണ്ടാവും, പക്ഷേ കൂടുതലും നേരിൻ്റെ പക്ഷത്ത് തന്നെയായിരിക്കും സാധാരണക്കാർ നിൽക്കുക. അവർക്കത് മനസ്സിലാവും അത് തെറ്റ് തന്നെയാണെന്ന്. അത് തിരുത്തുവാനുള്ള മനസ്സ് നിങ്ങൾക്കുണ്ടാവണം. പല രാഷ്ട്രീയക്കാർക്കും പറ്റുന്ന കുഴപ്പം ഇതാണ്, ഒരു നാട് മുഴുവൻ നിങ്ങൾ തെറ്റാണെന്ന് പറഞ്ഞു കഴിഞ്ഞാലും തിരുത്തുവാൻ തയ്യാറാതെ വരുക. അത് രാഷ്ട്രീയക്കാരനായിക്കോട്ടെ, മതപ്രവർത്തകനായിക്കോട്ടെ, ജാതി പ്രവർത്തകനായിക്കോട്ടെ, ആരോ ആയിക്കോട്ടെ, നിങ്ങളുടെ ഭാഗത്ത് തെറ്റുണ്ടെന്ന് മറ്റുള്ളവർ ചൂണ്ടിക്കാണിക്കപ്പെടുമ്പോൾ എൻ്റെ കൂടെ വന്ന 18 പേരെ കാൺമതില്ലേ എന്നല്ല പറയേണ്ടത്, ഞാനാണ് കാണാതെ പോയിരിക്കുന്നത്, എനിക്കാണ് കുഴപ്പവും തിരിച്ചറിയുവാനുള്ള മനസ്സ് നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങളൊരു നല്ല വ്യക്തിയായിട്ട് മാറും. അല്ല, എന്നെ ആരും തിരുത്താൻ പറയണ്ട, ഞാനാണ് ശരി, നിങ്ങളൊന്നും പറയണ്ട, എൻ്റെ ശരിയാണ് ശരി എന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നവർ പടുകുഴിയിലേക്ക് വീണുകൊണ്ടേയിരിക്കും. പലപ്പോഴും പല രാഷ്ട്രീയ പ്രവർത്തകരുടെയും സ്വഭാവം കാണുമ്പോൾ നമുക്ക് അങ്ങനെയാണ് തോന്നുന്നത്. തെറ്റുകൾ തിരുത്തപ്പെടാനുള്ളതാണ്, മനുഷ്യ സഹജമാണ് തെറ്റുകൾ. പക്ഷേ തെറ്റുകൾ ചൂണ്ടിക്കാണിക്കപ്പെടുമ്പോൾ ആ തെറ്റുകളെ മനസ്സിലാക്കി അത് നന്നാക്കുവാൻ ശ്രമിക്കുമ്പോഴാണ് നല്ലൊരു ഭരണാധികാരി ഉണ്ടാകുന്നത്, ഒരു നല്ല മനുഷ്യനുണ്ടാകുന്നത്. ഈ പറയുന്നത് ഞാൻ പോലും ചില സമയങ്ങളിലൊക്കെ എനിക്ക് ശരിയെന്ന് തോന്നി ചെയ്യുന്നുണ്ട്. പക്ഷേ ചില ആൾക്കാർ ചൂണ്ടിക്കാണിക്കും അത് ശരിയായില്ല, അത് തെറ്റായിപ്പോയി. അപ്പോൾ എനിക്കത് മനസ്സിലാക്കണം, ഞാൻ ചെയ്ത് തെറ്റാണ്. എത്രയോ സ്ഥലങ്ങളിൽ ചില ആൾക്കാരുണ്ടെന്നറിയോ, അയാൾ പറയുന്നതാണ് ശരി, അയാൾ ചെയ്യുന്നതാണ് ശരി. ശരിക്കും അവർ ഭയങ്കര ക്രൂക്കഡാണ്. ഞാൻ പറയുന്നതാണ് ശരി എന്നവർ ഉറച്ചു വിശ്വസിച്ചിരിക്കുകയാണ്. തിരുത്താൻ ശ്രമിക്കുന്നവരെ അവർ കുറ്റവാളികളായിട്ട് കാണും, എതിരാളിയായിട്ട് കാണും, അവരെ മാറ്റി നിർത്തും. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എൻ കൂടെ വന്ന 18 പേരെ കാണുന്നതില്ലെന്നല്ല, എന്നെയാണ് കാണാതെ പോയി തിരിച്ചറിയാനുള്ള മനസ്സുണ്ടാകുന്നിടത്താണ് നമുക്ക് വിജയമുണ്ടാകുക. നിങ്ങളുടെ ലൈഫിൽ സന്തോഷമുണ്ടാകട്ടെ. എപ്പോഴും തിരിച്ചറിഞ്ഞിരിക്കുക, നിങ്ങളുടെ ഭാഗത്ത് തെറ്റുണ്ടെങ്കിൽ അത് ഏറ്റുപറയാനുള്ള മനസ്സുണ്ടാകുക. അതാണ് ഏറ്റവും നല്ല സ്വഭാവം. തെറ്റുണ്ടെങ്കിൽ തിരുത്തപ്പെടുക. നന്മ തിരുത്തപ്പെടാനുള്ളതല്ല, നന്മ തുടർന്നുകൊണ്ടേയിരിക്കുക. തെറ്റുകൾ തിരുത്തുക, നല്ല മനുഷ്യനായി തുടരുക. ഓൾ ദി ബെസ്റ്റ്.